ഹലോ ഹായ് നമസ്കാരം. വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്. കാരണം ജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെ പരാജയങ്ങൾ രുചിച്ചറിയുന്നവരാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ആശയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടേക്കാം. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസ്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ബുക്സ്, അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ ആൾക്കാർ നമ്മളെ ഉപദേശിച്ച് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുവട്ടത്തിലായിട്ട് ഉണ്ട്. എങ്കിലും നമ്മളിൽ പലരും പല സമയങ്ങളിലായിട്ട് പരാജയം രുചിച്ചറിഞ്ഞവർ തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നോക്കാം. വിജയം പോലെ തന്നെ പരാജയവും നമുക്ക് ഏതൊരു പ്രവൃത്തിയും തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പരിധിവരെ കണക്ക് കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എങ്കിലും നമ്മൾ പ്രതീക്ഷയുടെ ചിറകളിലേന്തിയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും വിജയം പ്രതീക്ഷിച്ച് പോയാലും നമുക്കവിടെ പരാജയം നേരിടേണ്ടി വരാറുണ്ട്. ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള അതായത് നമ്മളെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമുക്ക് മനസ്സിന് ആനന്ദം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ നമ്മുടെ ലക്ഷ്യത്തേക്കുള്ള യാത്ര ഒരല്പം കഠിനമാണെന്ന് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ചെയ്ത് നമ്മൾ ആ സമയം സ്പെൻഡ് ചെയ്ത് തീർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും പരാജയം നമ്മളെ തേടിയെത്തുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അത് കഠിനമാവട്ടെ അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ളതായാലും നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലായിരിക്കണം, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടുന്നതിലായിരിക്കണം നമ്മളുടെ മുഴുവൻ ശ്രദ്ധയും ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വിജയമായാലും പരാജയമായാലും അതൊക്കെ നമ്മുടെ ശീലങ്ങളുടെ ഒരു ഉൽപ്പന്നം മാത്രമാണ്. നമ്മളുടെ ശീലങ്ങൾ എന്താണോ, നല്ല ശീലങ്ങളാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ ശീലങ്ങളാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലേക്ക് തന്നെ എത്തും. പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ശീലങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ പരാജയത്തിൽ തന്നെയാണ് എത്തിപ്പെടുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിരിപ്പിനനുസരിച്ചാണ് നമുക്ക് വിജയവും പരാജയവും വന്നു ചേരുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കഴിക്കുന്നു, ഒരേ ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുന്നു, ഒരേ സ്ഥലങ്ങളിൽ പോകുന്നു, ഒരേ കസേരയിൽ നിന്ന് ജോലി ചെയ്യുന്നു. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമ്മൾക്ക് അതൊരു ശീലമായിട്ട് മാറുന്നു. അത് ബുദ്ധിമുട്ടുള്ള ശീലങ്ങളായാലും അല്ലെങ്കിൽ എന്ത് തന്നെ കഠിനമായ ഒരു കാര്യമായാലും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായാലും നമുക്ക് നിത്യേന അത് ചെയ്യുമ്പോൾ നമുക്കതൊരു ശീലമായി മാറുന്നു. അതായത് നമ്മൾ പതുക്കെ അതുമായിട്ട് താരതമ്യപ്പെട്ട് അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നു. ഇങ്ങനെ വിഷമസന്ധികളെ നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ പിന്നീട് നമ്മളുടെ മുഴുവൻ ശ്രദ്ധയും ആ അവസ്ഥയിൽ നിന്നും വീണ്ടും താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും. അതായത് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ അവസ്ഥ അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും പരമാവധി നമ്മൾ പരിശ്രമിക്കുക. അല്ലാതെ അവിടെ നിന്ന് ഒരു മാറ്റത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കില്ല. ആ അവസ്ഥയിൽ അങ്ങനെ തന്നെ അത് ശീലമായി ഇനിയിപ്പോൾ അങ്ങനെ പോയിക്കോളും എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു തോന്നൽ വരും. അപ്പം നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും. പ്രധാനമായിട്ടും പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്, ഈ ശീലങ്ങളാണ്. അല്ലെങ്കിൽ ശീലങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് നമ്മളെ പ്രധാനമായിട്ടും പരാജയത്തിലേക്ക് നയിക്കുന്നത്. ഇങ്ങനെ ശീലങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ ഈ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ശീലങ്ങൾ അത് ബുദ്ധിമുട്ടുള്ളതായാലും അല്ലെങ്കിൽ ഈസി ആയത് എന്ത് തന്നെയായാലും ആ ശീലങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെട്ട ഒരു കംഫർട്ട് സോണിലിരിക്കുമ്പോൾ അതാണ് നമ്മളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് ഇത്തരം ഈ പൊരുത്തപ്പെടലുകളായിരിക്കും. അതിപ്പോൾ നമുക്കൊരു കഠിനമായ ജോലി ആണെങ്കിലും നമ്മളത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിരിക്കും നമുക്കിഷ്ടം. അതിൽ നിന്ന് മാറി മറ്റൊന്നിലേക്കോ അതിനേക്കാൾ എളുപ്പമുള്ള ജോലിയായാൽ പോലും നമുക്കൊരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ സ്വഭാവത്തിലും ഈ ഒരു ജോലി ഒരുപാട് സ്വാധീനം ചെലുത്തും. അത് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്നും മാറി മറ്റൊരു സോണിലേക്ക് എത്തി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ അവർ നിങ്ങൾ ഏത് രീതിയിലുള്ള ആളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു നിമിഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നിങ്ങൾ ഇതുവരെയും പൊരുത്തപ്പെട്ടു വന്ന ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും രൂപപ്പെട്ട നിങ്ങളുടെ സ്വഭാവം അത് നല്ലതാണോ മോശമാണെന്ന് ആ ഒരു നിമിഷത്തിലായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഒരു പക്ഷേ നമുക്കത് തിരിച്ചറിയാനും പറ്റില്ല. കാരണം ആരും തന്നെ നമ്മളോട് വന്നിട്ട് അത് പറയാറുമില്ല.
അങ്ങനെ പറയുന്ന നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ, കൂട്ടുകാരെക്കാളും കൂടുതൽ പുറത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു അഭിപ്രായ പ്രകടനം നിങ്ങളെ സഹായിച്ചെന്ന് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് നമ്മളുടെ ശീലങ്ങൾ തന്നെയാണ്. നമ്മളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും നമ്മൾ ഓരോ കാര്യത്തിലും വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്വാഭാവികമായിട്ടും ഒരാൾക്കും ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ മുന്നേറുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കാരണം ഒരു പ്രാവശ്യം പരാജയം അറിഞ്ഞാൽ മാത്രമേ അതെന്തുകൊണ്ട് പരാജയം സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനും അത് തിരുത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരിക്കലും പരാജയപ്പെടാത്ത ഒരാൾക്ക് അയാളുടെ രീതികൾ തിരുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പരാജയപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒരു പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും. കൃത്യമായിട്ടും നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ തയ്യാറാകാതെ, നമ്മളുടെ ശീലങ്ങളെ മാറ്റാൻ തയ്യാറാകാതെ നമ്മൾ വിജയത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ആ ഒരേ കസേരയിൽ ഇരിക്കുന്നതിന് വേണം കസേരകൾ മാറാനും, നമ്മളെ കൂട്ടുകാരെ മാറാനും, അതേപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മാറ്റം വരുത്താനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ ഒരു മാറ്റം വരുമ്പോഴാണ് നമ്മളുടെ ശീലങ്ങളും രീതികളും സ്വഭാവവും ഒക്കെ മാറുക. അതിലൂടെ നമുക്കൊരു പോസിറ്റീവായ ഒരു വൈബ് ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് കാര്യമാണോ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇന്നു മുതൽ നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തി തുടങ്ങാം. നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. എവിടെയാണ് നമുക്ക് നെഗറ്റീവായ എനർജി കിട്ടുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു വൈബ് എവിടെയാണ് വരുന്നത് എന്ന് നോക്കി അതിനെ ഒഴിവാക്കാം. പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താം. അതുപോലെ നമ്മുടെ ലക്ഷ്യം എന്താണോ, നമുക്ക് എവിടെ എത്തിച്ചേരണം എന്നതാണോ നമ്മുടെ ആഗ്രഹം, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അല്ലാതെ എങ്ങനെയാലും ഇന്നൊരു ദിവസം കഴിഞ്ഞു പോട്ടെ നാളെ നോക്കാം എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് ഇന്ന് ഈ നിമിഷം തന്നെ നമുക്ക് പ്രവർത്തിച്ചു തുടങ്ങാം. എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. പുതിയ വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. പതിവ് പോലെ ഞാൻ റഷീദ് തായലാർ.